നമസ്കാരം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ചില സമയത്തൊക്കെ ഭയങ്കര കീറാമുട്ടിയാകുന്നുണ്ട്. ആവശ്യമാണ്. കാരണം അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അത് ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഉണ്ടാവും. അത് അതിര് കടക്കുമ്പോഴുണ്ടാകുന്നൊരു മാനസികമായ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അതിൻ്റെ അടയാളമായിരുന്നു ഈ അടുത്ത കാലത്ത് കൊച്ചിയിൽ പലരുവട്ടത്ത് ഒരു യൂട്യൂബേഴ്സ് വന്നിട്ട് കുട്ടികളോടൊക്കെ സംസാരിക്കുന്നതും അത് ചോദ്യം ചെയ്തുകൊണ്ട് ഓട്ടോറിക്ഷക്കാർക്കും അത് വലിയ പ്രശ്നമായിട്ട് മാറിയിരുന്നു. സംസ്ഥാനം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രശ്നമായിരുന്നു. അതുപോലൊരു വീഡിയോസ് നമ്മളിൽ ഈ കറങ്ങി നടന്നപ്പോൾ എൻ്റെ കയ്യിലും കിട്ടിയപ്പോൾ എനിക്കിങ്ങനെ അഭിപ്രായം പറയാൻ തോന്നിയാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നൊരു പിടിയില്ല. ആദ്യം ഞാനിതിൽ ഇത് കഴിഞ്ഞതും എൻ്റെ ഈ വാക്കുകൾ കഴിഞ്ഞതും കാണിക്കുന്ന വീഡിയോ 2 കൗമാരക്കാരായ പെൺകുട്ടികളോട് ചോദിക്കുന്ന ഒരു പുരുഷനായിട്ടുള്ള ഒരു മനുഷ്യൻ ചോദിക്കുന്ന ഒരു യൂട്യൂബർ ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? രാജ്യത്ത് നിരവധി കാര്യങ്ങൾ, ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്. അതല്ലെങ്കിൽ ബാക്കിയുള്ള എന്താ പറയുക, സമൂഹത്തിൻ്റെ വിഷയങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ഇത് ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട് ലൈംഗികത ആവശ്യം തന്നെ, പക്ഷേ അതിനൊക്കെ ചില സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇത് ചോദിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മല ഇടിഞ്ഞു പോയോ അല്ലെങ്കിൽ ഭൂമി പിളർന്നു പോയോ എന്ന് ചോദിക്കുന്നവരുണ്ടാക്കാം. പക്ഷെ നമുക്കൊരു സഭ്യതാ മനോഭാവം വേണ്ടേ? ഇത് യൂട്യൂബേഴ്സ് എന്തും ചോദിക്കാം, അല്ലെങ്കിൽ എങ്ങനെയും വേണമെങ്കിൽ അതിന് മറുപടി പറയാനും പിള്ളേരുണ്ട്. തന്നിൻ്റെ പണി നോക്കി പോടോ, ഇതിപ്പോഴല്ലേ ഞങ്ങൾക്കതിൽ ജോലി, ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാണോ, ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറായിട്ടില്ല എന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള പെൺകുട്ടികളും ഇല്ല. അത് മറ്റൊരു കാര്യം. അതൊരു വലിയ പ്രശ്നമാണ്. കുട്ടികളോട് ചോദിക്കുമ്പോൾ, അത് ഒരു പുരുഷനായോളം ചോദിക്കുമ്പോഴേക്കും എന്തെങ്കിലും സംഭവിക്കുകയോ ഇല്ല, അല്ലെങ്കിൽ മല മറിഞ്ഞു പോവോ ഒന്നുമില്ല, ഭൂമി പിളർന്നു പോവോ ഇല്ല. പക്ഷേ നമുക്കൊരു സംസ്കാരമുണ്ടല്ലോ. ആ സംസ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ എന്താ പറയുക, ഒമ്പൻ നാട്യത്തിലും വർത്തമാനത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ പുരോഗമനം വേണം, സ്വന്തം വീട്ടിൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടാവും, കപട പുരോഗമനവാദികൾ. അവർക്ക് ഞാൻ ഈ പറഞ്ഞത് കേട്ടാൽ പോലും ഒയ്യാളെന്തെങ്ങനെ എന്ത് പറയുക, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ ഒരു മര്യാദ, ഇഷ്ടം പോലെ വിഷയങ്ങളില്ലേ. അങ്ങനെ ചോദ്യം ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ അതൊന്ന് വളരെ മോശമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് ആ വീഡിയോ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ബാക്കി ഒരു വീഡിയോയും വരുന്നുണ്ട്. ആ റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിർബന്ധമാണോ ഇല്ലയോ എന്നുള്ളത്. താങ്കളുടെ ഒരു പെർസ്പെക്റ്റീവ്സിൽ എങ്ങനെയാണ്? നിർബന്ധമാണോ? സെക്സ് നിർബന്ധമാണോ എന്നല്ല, സെക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കേ. അല്ല, തോന്നിയിട്ടില്ല. പല ആൾക്കാരും സെക്ഷലി സമ്മതിച്ചില്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാനുള്ളൊരു ഇതിപ്പോ നമ്മുടെ ഈ ജനറേഷനിലുണ്ട്. അപ്പൊ അതിനോട് എന്താണ് പറയാനുള്ളത്? ട്രസ്റ്റ് ആണ് ഏറ്റവും വലിയ കാര്യം. സെക്ഷലി പോകണമെന്നുള്ളത് ഒന്നുമില്ല, അത് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, എന്തിനാണ് ഈ കുട്ടികൾ മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യം? എന്താ? ഞങ്ങൾക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് വേറെ പണികളുണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആലോചിക്കാം. യു മേ ഗോ ഡൗൺ നൗ എന്ന് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞല്ലേ? അതൊന്നും ആയിരിക്കില്ല. ഇതിപ്പോൾ യൂട്യൂബല്ലേ, ഈ ലോകത്തിൻ്റെ എല്ലാ മൂലകളിലും എത്തും, ഞങ്ങൾ തിരിച്ചറിയപ്പെടും, റെക്കഗ്നൈസ്ഡ് ആകും എന്നുള്ള ധാരണയിൽ മറുപടി പറഞ്ഞാലേ വലിയ ആളുകളാവുള്ളൂ എന്നുള്ള ധാരണയിലാവും ചിലപ്പോൾ പെൺകുട്ടികൾ. അല്ലാതെ എന്തതിന് പറയാം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സമയമാണ് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ആശയപ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ യൂട്യൂബിലാണെങ്കിൽ പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സംസ്കാരം വിദേശ സംസ്കാരം കടകൊള്ളുന്നുണ്ട്, പക്ഷെ നമ്മളത്ര പുരോഗമിച്ചിട്ടുണ്ടോ? അതുമില്ല. അത് മനസ്സിലാകാത്ത പെൺകുട്ടികളാണെങ്കിലോ അത് പറയാതിരിക്കാൻ നല്ലത്. എന്താണെങ്കിലും ഒരു വല്ലാത്ത ഒരു ചോദ്യങ്ങളായിപ്പോയി. എന്താണെങ്കിലും സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? ആര് കമ്മിറ്റഡ്? ഈ വീഡിയോ ഉണ്ടല്ലേ, ഇത് ബാലാവകാശ കമ്മീഷനൊന്നും ഇല്ലേ ഇവിടെ? എനിക്കറിയാണ്ട് ചോദിക്കണം. ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ചെറിയ കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. കമ്മിറ്റഡ് ആണോ? കുട്ടികൾ പഠിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമോ? കമ്മിറ്റഡ് ആകേണ്ട പ്രായം അത്? ഇതെന്താ ഇവരൊക്കെ എന്താ ടാർഗറ്റ് ചെയ്യുന്നത്? എന്താണ് ഇവരുടെ ഗോൾ എന്ന് മനസ്സിലാവില്ല. ഇവരെന്താണ് ഉദ്ദേശിച്ചുകൊണ്ട് ഈ പറഞ്ഞ യൂട്യൂബേഴ്സിൻ്റെ ഈ ചോദ്യങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കൊച്ചു പയ്യന്മാരോട് ചോദിക്കുന്നതിൻ്റെ ടാർഗറ്റ് എന്താണെന്ന് മനസ്സിലാവില്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല.
ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ആ ചോദ്യങ്ങൾ ഇനിയിപ്പോൾ അവർക്ക് യൂട്യൂബേഴ്സിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ചോദിച്ചോട്ടെ, പക്ഷെ അതിനൊരു പ്രായവും പക്വതയ്ക്കില്ലേ? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് ഇതിന് വേണ്ടപ്പെട്ട വകുപ്പുകൾ സ്വമേധയാ നടപടി സ്വീകരിക്കേണ്ടതാണ്. ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. അതിന് കൗമാരക്കാരായിട്ടുള്ള കൊച്ചു പിള്ളേരോട് ചോദിക്കേണ്ട ചോദ്യമാണത്. അപ്പോൾ ഇത്തരത്തിലേക്ക് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം ഇങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ മൗനം പാലിച്ചിരിക്കുന്നത് കൂടിയാണ് ഈ പ്രശ്നം. അന്ന് മൗനം പാലിക്കാതിരുന്നപ്പോഴും അത് കൊച്ചി പാലാരിവട്ടത്തെ പ്രശ്നം വലിയ പ്രശ്നമായി കത്തി ഉയർന്നു. അതും വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗമുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്കിതൊന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഇതിനോടുള്ള വിമർശനപരമായ സമീപനം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ പങ്കുവച്ചാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ യുക്തിയാണ്. അതൊക്കെ എന്തെല്ലാം ചോദ്യങ്ങളുണ്ട്. മാനുഷിക നന്മയെക്കുറിച്ചും മാനവീയത്തെക്കുറിച്ചും മാനവീയതയെക്കുറിച്ചൊക്കെ സംസാരിക്കാനില്ലേ അവർക്ക്? അങ്ങനെ ആകുമ്പോൾ വൈറലാവില്ലോ അല്ലേ? വൈറലാകട്ടെ. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, ലൈക്കോ. ഓക്കെ, നമസ്കാരം.